ഹലോ, എന്റെ ബർത്ത്ഡേക്ക് കിട്ടിയിട്ടുള്ള ഗിഫ്റ്റ്സിന്റെ അൺബോക്സിംഗ് വീഡിയോ ആണിത്. ഞാൻ ഓൾറെഡി എല്ലാം അൺബോക്സ് ചെയ്ത് നോക്കിയിട്ടുണ്ട്. പക്ഷെ നിങ്ങൾക്ക് വേണ്ടി ഞാൻ ഒന്നും കൂടി കാണിച്ചു തരാം. അതിൽ എനിക്ക് ഫസ്റ്റ് കിട്ടിയിട്ടുള്ളത് കുറച്ച് ഡ്രസ്സാണ്. ഇതെല്ലാം കുർത്തീസ് ആണ്. ഡെയിലി നമുക്ക് ഓഫീസ് വെയർ ആയിട്ടോ ഫംഗ്ഷൻ വെയർ ആയിട്ടോ ഒക്കെ വേണമെങ്കിൽ ഇടാൻ പറ്റുന്ന കുർത്തീസ് ആണ്. എന്റെ ഫേവറേറ്റ് കളർ യെല്ലോ ആണ്. അപ്പൊ ആ യെല്ലോയിൽ വരുന്ന 2 ഡ്രസ്സുകൾ എനിക്ക് കിട്ടിയിട്ടുണ്ട്. ഇതൊരു അംബർല കട്ട് ടൈപ്പ് ഡ്രസ്സാണ്. പിന്നെ എനിക്ക് കിട്ടിയിട്ടുള്ളത് ഇതുപോലെ ഒരു വൈറ്റ് കളർ മിക്സ് വരുന്ന ഒരു കുർത്തിയാണ്. യെല്ലോ എനിക്ക് ഇഷ്ടമുള്ള കളർ ആയതുകൊണ്ടാണ് അത് സെലക്ട് ചെയ്തിരിക്കുന്നവര്. പിന്നെ അതിൽ വരുന്ന അടുത്ത കുർത്തിയാണിത്. ഇതൊരു നല്ല ഗ്രീൻ കളറാണ്. പിന്നെ ഡെയിലി വെയറിനും ഓഫീസ് വെയർ ഒക്കെ ആയിട്ട് ഇടാൻ പറ്റിയിട്ടുള്ള വേറൊരു കുർത്തി. ഇത് മിക്സ് ഓഫ് 2-3 കളേഴ്സ് ചേർന്നിട്ടുള്ള കുർത്തിയാണ്. പിന്നെ എനിക്ക് കിട്ടിയിരുന്നത് ഈ ഒരു കസ്റ്റമൈസ് ചെയ്തിട്ടുള്ള ഒരു ബോക്സ് ആണ്. ഞാൻ ഓൾറെഡി തുറന്ന് നോക്കിയിട്ടുണ്ട്. ഇതില് എന്റെ പേര് ഇങ്ങനെ എഴുതിയിട്ടുണ്ട്. ഇതിൽ കാണുമ്പോൾ തല തിരിഞ്ഞിട്ടായിരിക്കും കാണുന്നത്, പക്ഷെ ഇതിൽ എന്റെ പേര് എഴുതിയിട്ടുണ്ട്. ഇതെന്താ നമുക്ക് തുറന്നു നോക്കാം. ഞാൻ ഓൾറെഡി തുറന്നു നോക്കിയതാണ്. ഇത് ആക്ച്വലി ഇയറിംഗിന്റെ ഒരു സെറ്റ് ആണ്. ഇതിങ്ങനെ അടച്ചു വെക്കുന്നതാണ് ഇതിങ്ങനെ തിരിഞ്ഞു പോണത്. ശരിക്കും എനിക്ക് കമ്മലിന്റെ ഒരുപാട് കളക്ഷൻ ഉണ്ട്. ആ കളക്ഷൻ എനിക്ക് ആഡ് ചെയ്യാനുള്ളതാണ്. ശരിക്കും എൻ്റെ അടുത്തുള്ളതെല്ലാം വലിയ കമ്മലിന്റെ കളക്ഷൻ ആണ്. ഇതിപ്പോ എനിക്ക് കുറച്ച് നല്ല സ്റ്റഡ്സിന്റെ കളക്ഷനും കൂടി ആയിരുന്നു തന്നിരിക്കുന്നത്. ശരിക്കും നല്ല ഭംഗിയായിരുന്നു. തുറന്ന സമയത്ത് ഭയങ്കര എന്താ പറയുക, ഭയങ്കര ഇഷ്ടപ്പെട്ടു എനിക്ക്. കാരണം ഈ കമ്മൽ ഒരുപാട് ഇഷ്ടമാണ്. അപ്പോൾ ഇത് കാണുമ്പോൾ നല്ല സന്തോഷമായിരുന്നു. ജസ്റ്റ് ഒന്നിങ്ങനെ ഓർഗനൈസ് ചെയ്ത് വെക്കാൻ പറ്റുന്ന രീതിയിൽ ഇത്രയും കമ്മൽസ് ഉണ്ട് ഇതിൽ. ഇതെല്ലാം സ്റ്റഡുകളാണ്. ഇതിങ്ങനെ തന്നെ നമുക്ക് ബോക്സ് ഇങ്ങനെ ഹോൾഡ് ചെയ്ത് വെക്കാൻ പറ്റും. പിന്നെ എനിക്ക് ഈ ലൈറ്റ്സ് ഭയങ്കര ഇഷ്ടമാണ്. എപ്പോഴും ഇങ്ങനെ റൂമിൽ ലൈറ്റ് ഒക്കെ ഉണ്ടായിരിക്കണം, ഡെക്കറേറ്റ് ചെയ്യുന്ന പീസസ് ഒക്കെ ഇഷ്ടമാണ്. അപ്പൊ അങ്ങനെ തന്നെയാണ് ഈ ലൈറ്റ് പീസ്. ഇത് ഈ ലൈറ്റും ഇതിനൊരു റിമോട്ടും ഉണ്ട്. നമുക്ക് ഈ റൂമിലൊക്കെ ഉള്ളപ്പോൾ പല കളേഴ്സ് ഇതിൽ കാണിച്ചിരിക്കുന്ന പോലെ പല കളേഴ്സ് നമുക്ക് ഇത് സെറ്റ് ചെയ്ത് വെക്കാൻ പറ്റും. നല്ല ഡിസൈനാണ്. രാത്രി ഇത് കത്തിച്ച് വെച്ചാൽ ഒരു നൈറ്റ് ലാമ്പിന് പകരം നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ലാമ്പായിരുന്നത്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. കാരണം ലൈറ്റ്സ് എനിക്ക് എപ്പോഴും ഭയങ്കര ഇഷ്ടമാണ്. ഡെക്കറേറ്റീവ് പീസസ് ശരിക്കും ഇഷ്ടമാണ്. പിന്നെ എനിക്ക് ഗിഫ്റ്റായിട്ട് കിട്ടിയത് ഈ ബോക്സ് ആണ്. ഞാൻ ഓൾറെഡി അൺബോക്സ് ചെയ്തുകൊണ്ട് ഇതിൽ ചോക്ലേറ്റ്സ് ഉണ്ടായിരുന്നു, പിന്നെ ഒരു കാർഡ് ഉണ്ടായിരുന്നു. അതെല്ലാം ഞാൻ മാറ്റി വെച്ച് ചോക്ലേറ്റ്സ് എല്ലാം കഴിച്ചു തീർന്നു. പിന്നെ അതിൽ വന്നിരിക്കുന്ന ഈ ഒരു വാലറ്റ് ആണ്. ഇത് കസ്റ്റമൈസ് ചെയ്താണ്. ഇതിലും എന്റെ പേരുണ്ട്. നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള നല്ല ഭംഗിയുള്ള നല്ലൊരു ക്ലച്ച് ആയിട്ട് വേണമെങ്കിൽ ഉപയോഗിക്കാം, അല്ലെങ്കിൽ ഒരു വാലറ്റ് ഒരു പേഴ്സ് എന്നുള്ള രീതിയിലൊക്കെ ഉപയോഗിക്കാം. കസ്റ്റമൈസ് ചെയ്തതിന്റെ പേരുള്ളതാണ് ഏറ്റവും സ്പെഷ്യാലിറ്റി. പിന്നെ അതുപോലെ തന്നെ ഇതൊരു ബോട്ടിലാണ്. ഇത് നമുക്ക് ചൂടുവെള്ളം വെക്കാം. ഇതിലപ്പോൾ ഇവിടെ മുകളിൽ ടെമ്പറേച്ചർ എത്രയാണ് കാണിക്കും. നമുക്ക് ഇതിൽ വെള്ളം വെക്കും തോറും ഇതിന്റെ ടെമ്പറേച്ചർ എത്രയാണ് കാണിക്കും. ഇതും കസ്റ്റമൈസ് ചെയ്താണ്. ഇതിലും എന്റെ പേരുണ്ട്. വെള്ളത്തിന് ചൂട് കൂടുന്തോറും എത്രയാണ് ടെമ്പറേച്ചർ എന്ന് ഇതിൽ കാണിക്കും. അപ്പോൾ ശരിക്കും ഒരു ഫ്ലാസ്ക് പോലെ തന്നെ, പക്ഷെ അതിൽ കസ്റ്റമൈസ് ചെയ്തതിന്റെ പേരുണ്ടെന്നുള്ളതാണ് ഇതിന്റെ പ്രത്യേകത. പിന്നെ എനിക്ക് ഇങ്ങനെ ഒരു ഗിഫ്റ്റാണ് കിട്ടിയത്. നല്ല പർപ്പിൾ കളറിൽ. ഇതിൽ എന്തൊക്കെയാണ് വന്നില്ലെന്ന് വെച്ചാൽ, ഞാൻ എപ്പോഴും ഈ ജേർണലിംഗ് ചെയ്യുന്ന ആളാണ്, അല്ലെങ്കിൽ നന്നായിട്ട് എഴുതും, ടു ഡു ലിസ്റ്റ് അങ്ങനെയൊക്കെ ചെയ്യുന്ന ആളാണ്. അപ്പൊ എനിക്ക് ഹെൽപ്ഫുൾ ആയിട്ടുള്ള രീതിയിൽ ഒരു കാർഡ് വെച്ചിട്ടുണ്ട്. പിന്നെ കുറച്ച് സ്റ്റിക്കേഴ്സ് ഉണ്ട്, കുറച്ചധികം സ്റ്റിക്കേഴ്സ് ഉണ്ട്. അപ്പൊ ഈ ജേർണലിംഗ് ചെയ്യുമ്പോഴും അല്ലെങ്കിൽ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ ഹെൽപ്ഫുൾ ആവണം ഒരു ചെറിയ നോട്ട്ബുക്ക് ഉണ്ട്, പിന്നെ വലിയൊരു നോട്ട്ബുക്ക് ഉണ്ട്. ഇതെനിക്ക് ഭയങ്കര ഹാപ്പിയാണ്. കാരണം ഞാൻ എപ്പോഴും എഴുതുന്ന ആളാണ്. അപ്പൊ എനിക്ക് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഗിഫ്റ്റാണ്. ചെറിയൊരു നോട്ട് പാഡ് പോലത്തെ ഇതുണ്ട്. ഇതെല്ലാം എനിക്ക് കസ്റ്റമൈസ് ചെയ്ത് കിട്ടിയ ഗിഫ്റ്റാണ്. ഇത്രയും ഗിഫ്റ്റാണ് എനിക്ക് ബർത്ത്ഡേക്ക് കിട്ടിയത്. പിന്നെ ഞാൻ ഇപ്പോഴും എന്റെ ബർത്ത്ഡേക്ക് എനിക്ക് സെൽഫ് ഗിഫ്റ്റ് ചെയ്യാറുണ്ട്. അതെന്താണ് ഞാൻ അടുത്ത വീഡിയോയിൽ ഇടാം. അപ്പോൾ എല്ലാവർക്കും താങ്ക് യു. ടാറ്റാ, ബൈ.